അടിപൊളി ടേസ്റ്റിൽ നമുക്കൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ വലിയൊരു ക്യാബേജിന്റെ പകുതി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിരവിയതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചീഞ്ചട്ടി ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ തോരൻ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് നന്നായി കഴുകിയതിട്ട് നമുക്ക് നന്നായി ഇളം ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉഴുന്നുപരിപ്പ് മൂത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവാളയും 10 പച്ചമുളകുമാണ് ചെറുതായി അരിഞ്ഞെടുത്തേക്കുന്നത്. ഈ പച്ചമുളക് ഒരു തരം വലിയ സൈസ് പച്ചമുളകാട്ടോ. എരിവ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 10 എടുത്തത്. അപ്പോൾ നമുക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കണില്ല കേട്ടോ. എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കണുള്ളൂ. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം സവാളയും പച്ചമുളകും നല്ല ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാബേജ് ഇട്ട് ഇളക്കിയിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ക്യാബേജ് ആയതുകൊണ്ട് വേഗം അടി പിടിക്കും. അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്ന് അടി ചേർത്ത് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കണം. അങ്ങനെ ഞാൻ ഒരു 3-4 വട്ടം മൂടി വെച്ചും മൂടി തുറന്നും ഇളക്കി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാബേജ് വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്യാതെ 1 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ഇതുപോലെ വഴറ്റി കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഈർപ്പം വല്ലതുണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടാനാണ്. അപ്പം നമ്മുടെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ക്യാബേജ് തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം കേട്ടോ.